പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ ഒരു പ്രവിൻസിയായിട്ടുള്ള ബലൂചിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലാണ് എന്നുള്ള വാർത്തകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും വേർപെട്ടുകൊണ്ട് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു പുതിയൊരു രാഷ്ട്രം രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്താണ് പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള വിഷയം? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാകിസ്ഥാനെക്കുറിച്ച് പഠിക്കുമ്പോൾ 4 പ്രൊവിൻസികളാണ് പാകിസ്ഥാനിലുള്ളത്. 1 പഞ്ചാബ്, 2 സിന്ധ്, 3 ബലൂചിസ്ഥാൻ, 4 ഖൈബർ പത്തുൻഖുവ. ഈ 4 പ്രൊവിൻസികളിൽ ഏറ്റവും വലിയ പ്രൊവിൻസിയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആകെ ലാൻഡ് ഏരിയയുടെ 44% സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാൻ പ്രൊവിൻസിയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ബലൂചിസ്ഥാൻ്റെ അതിർത്തികൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് പഞ്ചാബ്, സിന്ധ് പ്രൊവിൻസികളാണെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യവും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇറാൻ എന്ന രാജ്യവും അതിൻ്റെ തെക്ക് ഭാഗത്ത് അറേബ്യൻ കടലുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്താണ് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയും അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യയും ബന്ധിപ്പിക്കുന്നതിൽ ബലൂചിസ്ഥാന് നിർണായക പങ്കുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ്റെ ഒരു തന്ത്രപ്രധാനമായ ഡീപ് സീ പോർട്ടാണ് ഗ്വാദ്വാർ പോർട്ട്. ആ ഗ്വാദ്വാർ പോർട്ട് സ്ഥിതി ചെയ്യുന്നതും ബലൂചിസ്ഥാനിലാണെന്ന് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ബലൂചിസ്ഥാനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസായ നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ കൽക്കരി, സ്വർണം, ലിഥിയം എന്നിവയുടെ വൻ ശേഖരം നമുക്ക് ബലൂചിസ്ഥാനിൽ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ആകെ പോപ്പുലേഷൻ്റെ 5% പോപ്പുലേഷനാണ് നമുക്ക് ബലൂചിസ്ഥാനിൽ കാണാൻ സാധിക്കുക. ബലൂചിസ്ഥാനിലുള്ള ഭൂരിഭാഗം പോപ്പുലേഷനും ബലൂജ് വംശക്കാരാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ഈ ബലൂജ് വംശക്കാർ ബലൂചിസ്ഥാനിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഈ ബലൂജ് വംശക്കാർ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പാകിസ്ഥാനിലുമായിട്ട് ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അവർ ചിതറിപ്പോയത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ പഴയ കാലത്തോട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. പണ്ട് കാലത്ത് ഈ ബലൂജ് വംശകർ താമസിച്ചിരുന്നത് ഒരു ട്രൈബൽ സ്റ്റേറ്റായിട്ടാണ് താമസിച്ചിരുന്നത്. ആ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റായിരുന്നു കലാത്ത് എന്നുള്ള സ്റ്റേറ്റ്. ഈ കലാത്ത് എന്ന സ്റ്റേറ്റിനെ ഭരിച്ചിരുന്നത് കിങ് ഓഫ് കലാത്ത് എന്ന നാമകരണത്തിൽ അറിയപ്പെടുന്ന രാജാക്കന്മാരായിരുന്നു. ഈ സമയത്താണ് ബ്രിട്ടീഷുകാർ അവിടെ വരുന്നതും ആ സ്ഥലങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും. അങ്ങനെ ബ്രിട്ടീഷും കലാത്തുകാരുമായി ധാരാളം യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധത്തിൻ്റെ അവസാനം 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്തു. അവരാണ് അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും ആ അതിർത്തി വരിക്കുന്നത്. അങ്ങനെയാണ് ആ സ്ഥലത്തുണ്ടായിരുന്ന ബലൂജുകാർ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇപ്പോഴത്തെ പാകിസ്ഥാനിലുമായിട്ട് ചിതറിപ്പോകുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. രണ്ടാമത് അവിടെ സംഭവിക്കുന്നത് കലാത്ത് എന്ന സംസ്ഥാനത്തെ അവർ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റായിട്ടുള്ള ഒരു അംഗീകാരം ബ്രിട്ടീഷുകാർ അവർക്ക് കൊടുക്കുകയാണ്. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ സ്ഥലത്തെയും അവർ കൂട്ടിക്കൊണ്ട് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്നുള്ള പേരിൽ അവർ ഡയറക്റ്റ് കൺട്രോൾ അവിടെ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഈ സ്ഥലത്തിന് ബലൂചിസ്ഥാൻ എന്നുള്ള പേര് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. 1947 ആയപ്പോൾ ഇന്ത്യയും പാക് സ്വതന്ത്രമായി. ആ സമയത്ത് ഇവിടുത്തെ പ്രിൻസ്ലി സ്റ്റേറ്റായിരുന്ന കലാത്തിന് അവർ ഒരു 3 നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു ആ കണ്ടീഷൻ. 1, നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനോട് ചേരാം. 2, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയോട് ചേരാം. 3, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള രാജ്യമായിട്ട് നിലകൊള്ളാം എന്നുള്ളതായിരുന്നു ഈ 3 കണ്ടീഷൻ. ഈ കലാത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന കിങ് ഓഫ് കലാത്ത് ആ സമയത്ത് എടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു: നമുക്കൊരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലകൊള്ളാം എന്നുള്ളതായിരുന്നു. അങ്ങനെ 1947 ഓഗസ്റ്റ് മാസമായപ്പോൾ പാകിസ്ഥാൻ്റെ അകത്ത് ഒരു സ്വതന്ത്ര രാജ്യം രൂപം കൊള്ളുകയായിരുന്നു. കലാത്ത് എന്നായിരുന്നു ആ സ്വതന്ത്ര രാജ്യത്തിൻ്റെ പേര്. എന്നാൽ 1948 പല എക്സ്റ്റേണൽ പ്രഷറിൻ്റെ കാരണം കൊണ്ട് ആ കലാത്തിൻ്റെ രാജാവായിരുന്ന കിങ് ഓഫ് കലാത്ത് ഒരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യുകയാണ്. ആ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്തത് പ്രകാരം കലാത്ത് പിന്നെ പാകിസ്ഥാൻ്റെ ഭാഗമാകുകയായിരുന്നു. എന്നാൽ അത് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ജനങ്ങൾ അവിടെ ധാരാളം കലാപങ്ങൾ നടത്താൻ തുടങ്ങി. പാകിസ്ഥാൻ അവരുടെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ കലാപങ്ങളെല്ലാം അടിച്ചമർത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ
വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 1970 കാലഘട്ടങ്ങളിൽ പാകിസ്ഥാൻ അവിടെ ഒരു നിയമം കൊണ്ടുവരികയാണ്. ആ നിയമം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയ നാച്ചുറൽ ഗ്യാസിൻ്റെയും ഓയിലിൻ്റെയും വില അതിഭയങ്കരമായി കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് ബലൂചിസ്ഥാനിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ വൻ ശേഖരമുണ്ടെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ്റെ ഫെഡറൽ ഗവൺമെൻറ് ഒരു നിയമം അവിടെ പാസ്സാക്കുകയാണ്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ എല്ലാത്തിൻ്റെയും വരുമാനം ഇനി ഫെഡറൽ ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് എടുക്കാം എന്നുള്ള ഒരു നിയമം അവർ പാകിസ്ഥാനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഇതും ബലൂചിസ്ഥാനിലെ ജനങ്ങളെ വലിയ രീതിയിൽ പ്രകോപനത്തിന് ഇടയാക്കി എന്നുള്ളതായിരുന്നു സത്യം. 1971 പാകിസ്ഥാനിൽ നിന്നും വിമോചനം നേടി ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി തീരുകയും ചെയ്തു. 1972 പാകിസ്ഥാൻ്റെ ഫെഡറൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ബലൂചിസ്ഥാനും ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബലൂചിസ്ഥാനിൽ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനുള്ള അംഗീകാരം കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനം ബലൂചിസ്ഥാനിന് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ഇലക്ഷൻ നടക്കുകയും ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അവിടെ വരികയും ഉണ്ടായി. ആ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. നമുക്ക് കുറച്ചും കൂടെ അധികാരങ്ങൾ തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. ഈ അഭ്യർത്ഥന കേട്ടതും അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഡിസോൾവ് ചെയ്യുകയും അവിടെ മാർഷൽ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഉണ്ടായി. ഇതിനെതിരെ വൻ പ്രക്ഷോഭങ്ങളാണ് അല്ലെങ്കിൽ വൻ കലാപങ്ങളാണ് ബലൂചിസ്ഥാൻ എന്നുള്ള ആ പ്രൊവിൻഷ്യയിൽ ഉണ്ടായതും അതിനെ അവരുടെ ഫോഴ്സ് കൊണ്ട് അതിനെ അടിച്ചമർത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പ്രധാനമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് 2000-2001 കാലഘട്ടത്താണ്. ഈ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങിയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ധാരാളം അഭയാർത്ഥികൾ പാകിസ്ഥാനിലോട്ട് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലുള്ള ധാരാളം അഭയാർത്ഥികൾ അഭയം പ്രാപിച്ചത് ബലൂചിസ്ഥാൻ പ്രൊവിൻഷ്യയിലാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ വന്നത് ബലൂജ് വംശകർ മാത്രമല്ല, മറ്റു വിഭാഗത്തിൽപ്പെട്ട ധാരാളം വ്യക്തികളും അവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ താമസിച്ചിരുന്ന ബലൂചിസ്ഥാൻ നിവാസികളുടെ ജീവിത രീതിയെ തന്നെ അത് മാറ്റിമറിക്കുമെന്ന് മനസ്സിലാക്കിയവർ ധാരാളം പ്രക്ഷോഭങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. അതിൻ്റെ അനന്തരഫലമായിട്ട് അവിടെ സംഭവിച്ചതാകട്ടെ 2005-2006 കാലഘട്ടത്തിൽ അവിടെ ഒരു ഓർഗനൈസേഷന് രൂപം കൊടുക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നുള്ള ഓർഗനൈസേഷന് അവർ അവിടെ രൂപം കൊടുക്കുകയാണ്. ഇത് സത്യത്തിൽ ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ മിലിറ്റൻ്റ് ഗ്രൂപ്പാകട്ടെ ധാരാളം ആക്രമണങ്ങൾ അവിടെ അഴിച്ചുവിടുകയായിരുന്നു. ധാരാളം നാശനഷ്ടങ്ങൾ അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. ധാരാളം ആൾക്കാരുടെ ജീവൻ ഇതുമൂലം നഷ്ടപ്പെടുകയുമുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ധാരാളം രാജ്യങ്ങളും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 2011-12 കാലഘട്ടത്തിൽ അടുത്ത ഒരു കാര്യം അവിടെ നടക്കുകയാണ്. അവിടെ ചൈനയുടെ കടന്നുകയറ്റം നടക്കുകയായിരുന്നു. ചൈന 2 പ്രോജക്റ്റ് പാകിസ്ഥാൻ്റെ ഫെഡറൽ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ചൈന പാക് എക്കണോമിക്കൽ കോറിഡോറും അതുപോലെ തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റും. ഈ 2 പ്രോജക്റ്റിൻ്റെയും ഭാഗമായിട്ട് ധാരാളം ഇൻഡസ്ട്രീസ് ബലൂചിസ്ഥാനിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇൻഡസ്ട്രീസ് വരുന്നത് മൂലം ധാരാളം ചൈനീസ് എൻജിനീയേഴ്സും അതുപോലെ തന്നെ ചൈനീസ് പൗരന്മാരും ഈ ബലൂചിസ്ഥാനിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയധികം ഇൻഡസ്ട്രീസ് അവിടെ വന്നിട്ടും അവിടുത്തെ ബലൂചിസ്ഥാൻ നിവാസികൾക്ക് ഒരു പൈസയുടെ ഗുണം പോലും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ നിവാസികൾ ധാരാളം പ്രക്ഷോഭങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. ഇതേ സമയം തന്നെ പാകിസ്ഥാൻ്റെ പല പ്രൊവിൻഷ്യകളിലും ധാരാളം ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയം പാകിസ്ഥാൻ്റെ ഫോഴ്സ് ആ ടെററിസ്റ്റ് അറ്റാക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കുറച്ചും കൂടെ ശക്തി പ്രാപിച്ച് ധാരാളം സ്ഥലങ്ങൾ കൈയടക്കുന്നതും കാണാൻ സാധിക്കും. 2025 മെയ് മാസം പാകിസ്ഥാൻ നമ്മളുടെ പകൽഗാം അറ്റാക്ക് ചെയ്തപ്പോൾ ഇന്ത്യ അതിനുള്ള തക്ക മറുപടി പാകിസ്ഥാന് കൊടുത്തതാണ്. ആ മറുപടിക്ക് തിരിച്ചടി എന്നോളം പാകിസ്ഥാൻ്റെ എല്ലാ ഫോഴ്സും ഇന്ത്യക്ക് നേരെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ധാരാളം സ്ഥലങ്ങൾ കീഴടക്കുകയും അവസാനം അവരൊരു പ്രഖ്യാപനവും നടത്തുകയും ഉണ്ടായി. ഇത് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്നുള്ള പുതിയൊരു രാജ്യമാണ് എന്നുള്ള പ്രഖ്യാപനമായിരുന്നു അത്. അതിനുശേഷം ഇവർ ഇന്ത്യയുടെ അടുത്ത് ഒരു സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ആ സഹായം ഇങ്ങനെയാണ്:
അഭ്യർത്ഥനയാണ്. നിങ്ങൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുകയും ഇവർക്ക് ഒരു എംബസി തുടങ്ങാനുള്ള സ്ഥലം ന്യൂഡൽഹിയിൽ കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ അഭ്യർത്ഥന. അതുമാത്രമല്ല, അവർ UN-ൻ്റെ മുമ്പിലും ഒരു അപേക്ഷ വയ്ക്കുകയാണ്, റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് കണക്കാക്കണം എന്നുള്ളതായിരുന്നു ആ അപേക്ഷ. ഇതാണ് പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പാകിസ്ഥാൻ്റെ അകത്തുള്ള ബലൂചിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്നും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.